ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഇച്ഛ നിറവേറട്ടെ, അല്ലേ? ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? നിന്റെ ഇച്ഛ നിറവേറട്ടെ. അത് തന്നെ ഗുരുതൃപാദങ്ങൾ ഇവിടെയും പറയുകയാണ്, കൽപ്പിച്ച പോലെ വരും. വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇല്ല, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഗുരു ഈശ്വരനെ പരിചയപ്പെടുത്തി തരുന്നത് എങ്ങനെയാ? നമുക്ക് എങ്ങനെയാ പരിചയപ്പെടുത്തി തരുന്നത്? അനുകമ്പ ദശകത്തില് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബിമുത്തുരത്നമോ. എന്താ പാടിയത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരെയെല്ലാം ആ ഈശ്വരീയത ആർക്കെല്ലാമാ? ഇവിടെ നമ്മൾ ഈശ്വരനെ കാണുമ്പോൾ എന്താണ്? 3-4 തലയുള്ളവർ, അല്ലേ? ഇഷ്ടം പോലെ കഴുത്തിലൊക്കെ ആഭരണങ്ങൾ അണിഞ്ഞവരെയൊക്കെയും നാം ഈശ്വര സ്വരൂപത്തിൽ കാണുമ്പോൾ ഇവിടെ ആരെല്ലാം ഗുരുക്കന്മാരായി ജനിച്ചിട്ടുണ്ടോ, ആരെല്ലാം വിജ്ഞാനികളായി ജനിച്ചിട്ടുണ്ടോ, അവരെയെല്ലാം ഇതാ ഈശ്വരനായിട്ട് നിരത്തി വെച്ച് തന്നിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ, അല്ലേ? അവിടെ കാലവും ദേശവും ഒന്നുമില്ല. ഉണ്ടോ? ഒന്നുമില്ല. നമ്മളാണ് കാലത്തെയും ദേശത്തെയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളാണ് കാലത്തെയും ദേശത്തെയും വർഗത്തെയും വർണ്ണത്തെയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാ ഇവരാരും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇവിടെ ഗുരുതൃപ്പാദങ്ങൾ പറഞ്ഞു തരുന്നതും അങ്ങനെയാണ്. ജനനീ നവരത്നമഞ്ജരി, ജനനീ നവരത്നമഞ്ജരിയിൽ എങ്ങനെ പറഞ്ഞു തരുന്നു ഗുരു? അത് കാലാദിയായ മൃദുനൂലാലെ നെയ്യും ഒരു ലീലാപടം ഭവതി മേലാകെ മൂടും അതിനാലാരും ഉള്ളതറിവിലാകമാന്ത നിലയേ. അറിഞ്ഞോ? കാലാദിയായ മൃദുനൂലാലെ നെയ്യുന്ന നൂലാട കൊണ്ട് ഈ ലോകം മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആരും ഉള്ളത് അറിയുന്നില്ല. അറിയുന്നുണ്ടോ? ആ ഉള്ളതിനെ അറിയിക്കുവാനാണ് ഇവിടെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ മനുഷ്യ ജന്മമെടുത്തത്. മറ്റൊരു ജന്മമെടുത്തിട്ടും കാര്യമില്ല. ഉണ്ടോ? മനുഷ്യനെ ഉദ്ധരിക്കുവാൻ, മനുഷ്യനെ ധാർമ്മികതയിലേക്ക് നയിക്കുവാൻ ഈശ്വരൻ ആരായിട്ട് തന്നെ ജന്മമെടുക്കണം? മനുഷ്യനായിട്ട് തന്നെ അവതാരമെടുക്കണം. അതുകൊണ്ടാണ് മനുഷ്യാവതാരമെടുത്തത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ആശാൻ പറഞ്ഞതിൻ്റെ പകുതിയേ ഞാൻ പറഞ്ഞോളൂ, അല്ലേ? ആരാധ്യനതോർത്തിടുകിൽ ഞങ്ങൾക്കവിടുന്ന നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. എന്തോർക്കുമ്പോഴാണ് ശ്രീനാരായണ ഗുരു നമ്മളുടെ ആരാധ്യനായി മാറുന്നത്? എന്തോർക്കുമ്പോൾ? അന്ധത്വമൊഴിച്ച് ആദിമകസിലേക്ക് ഞങ്ങളെ നേരായ വഴി കാട്ടിയത് ആരാണെന്ന് ചിന്തിക്കുമ്പോൾ. ഇതാ കാലവും ദേശവും വർഗവും വർണ്ണവുമില്ലാതെ നാം എന്നും നമ്മുടേതെന്നും നമ്മളെന്നും മാത്രം പഠിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് 73 സംവത്സരക്കാലം മനുഷ്യനായി ജീവിച്ച് ഇതാ ലീലാവിലാസങ്ങളാടി സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമായി, ഈശ്വര സ്വരൂപമായി ഈശ്വരനിൽ ലയിച്ച ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മെ അജ്ഞാനത്തിൽ നിന്ന് എവിടേക്ക് നയിച്ചു? വിജ്ഞാനത്തിലേക്ക് നയിച്ചു. അതുകൊണ്ട് വീണ്ടും ആശാൻ പാടി. എങ്ങനെ? ആ അൻപ് നമുക്കുണ്ടായത് കൊണ്ടും ആ അൻപ് നമ്മളോടുണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇത്രയും മനോഹരമായി ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്, അല്ലേ? ആശാൻ എങ്ങനെ പാടിയത്? അൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ? ഉണ്ടോ? ഇതുപോലെ വൻപ് വെടിഞ്ഞ ഒരു മഹാനുഭാവനെ നമുക്ക് ഈ ലോകത്തിലും പരലോകത്തിലും കാണുവാൻ സാധിക്കില്ല. ഇതാ ഗുരു പറയുകയാണ്, മരുത്വാമലയിലെ
പിള്ളത്തടം ഗുഹയിൽ 6 വർഷക്കാലം തപസ് ചെയ്തതിന് ശേഷം ഒരു ജഡരാഗ്നി ഉണ്ടായി ഗുരുവിന്. ഒരിക്കലൊരു ജഡരാഗ്നി ഉണ്ടായി. ആ ജഡരാഗ്നിയിൽ വളരെയധികം വിഷമിച്ച് പാതിരാ സമയത്ത് ഗുരു ഇരിക്കുമ്പോൾ ഗുരുവിൻ്റെ അരികിലേക്ക് ഭക്ഷണവുമായി കയറി വന്നു ഒരു കുഷ്ഠരോഗി. അങ്ങനെ ഭക്ഷണവുമായി കയറി വന്ന കുഷ്ഠരോഗി കൊടുത്ത ഭക്ഷണം ഇതാ ആ കുഷ്ഠരോഗം വന്ന കൈകൾ കൊണ്ട് ഇളക്കിയ ഭക്ഷണം മൃഷ്ടാന്ന ഭോജനം പോലെ കഴിച്ച ഗുരു അല്ലേ? അപ്പം ഗുരു അങ്ങനെ കഴിക്കുന്നുണ്ടോ? അങ്ങനെ കഴിക്കുന്ന ഒരാളാണോ? ഗുരുവിനെ പഠിക്കുമ്പോൾ ഗുരുവിനെ ഞാൻ പറഞ്ഞു ശ്രുതിയിലൂടെ നാം ഗുരുവിനെ അറിഞ്ഞപ്പോൾ ഗുരു ഇങ്ങനെയുള്ള ഒരാളല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം അല്ലേ? ശിവഗിരിയിലെ ഇതാ അരുവിപ്പുറത്ത് നിന്ന് അവിടുത്തെ സർവകാര്യങ്ങളും ഭൈരവൻ ശാന്തിയെയും മറ്റും ഏൽപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അവിടെ നിന്ന് ശിവഗിരിയിലേക്ക് വരികയാണ്. ആ ശിവഗിരിയിലേക്ക് വന്നിട്ട് ശിവഗിരിയുടെ കുന്നിൽ, ആ ശിവഗിരി കുന്നിൻ്റെ മുകളിൽ ഒരു മാടം കെട്ടി അതിൽ വസിക്കുമ്പോൾ ഗുരുവിന് ആഹാരം കൊണ്ട് കൊടുക്കുന്നത് മാധവൻ എന്ന് പറയുന്ന ഒരു ഗൃഹസ്ഥനാണ്. ആ ഗൃഹസ്ഥൻ ആഹാരവും കൊണ്ട് ചെല്ലുന്നത് എല്ലാ ദിവസവും ഗൃഹസ്ഥൻ്റെ ആ വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും ചേമ്പോ ചേനയോ എന്തെങ്കിലും പുഴുങ്ങിയതോ കുറച്ച് പാല് കാച്ചിയതുമായിട്ടാണ് ചെല്ലുന്നത്. അദ്ദേഹം കർഷകനാണ്. ആ കർഷകൻ പാല് കാച്ചിയതും ഇങ്ങനെയുള്ള ഈ മണ്ണിനടിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേമ്പ് ചേനയൊക്കെ പുഴുങ്ങി അതുമൊക്കെ ആയിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഒരിക്കൽ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗുരു പാല് കുടിക്കാതെ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചപ്പോൾ മാധവൻ ചോദിച്ചു, സ്വാമി ഇപ്പോൾ കറന്നെടുത്ത പാലാണ്, ഒരു കുഴപ്പമില്ല, സ്വാമി എന്താ ഇത് കഴിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, അത് വേണ്ട. അതെന്താ സ്വാമി വേണ്ടാത്തത്? അൻപാർന്ന ഹൃദയം. ഇതാ ആ ഗൃഹസ്ഥനോട് പറയുകയാണ്, മാധവ നീ വീട്ടിൽ ചെന്ന് ഭാര്യയോട് വഴക്ക് പറയുകയോ ഒന്നും ചെയ്യരുതേ. ഭാര്യ പാല് കാച്ചിക്കൊണ്ടിരുന്നപ്പോൾ അല്പം തുപ്പൽ എവിടെ വീണുപോയി? ഗുരുവിനെ പാല് കാച്ചിയതിനകത്ത് വീണുപോയി. എവിടെ ഇരുന്നറിഞ്ഞു? ശിവഗിരി കുന്നിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഗുരു തൃപ്പാദങ്ങൾ തൻ്റെ അകക്കണ്ണുകൊണ്ടത് വീക്ഷിച്ചു അല്ലേ? അങ്ങനെ വീക്ഷിക്കുന്ന ആളാണോ ഗുരു? അതുകൊണ്ടാണ് അന്നത് ഭക്ഷിക്കാതിരുന്നത്. സഹോദരൻ അയ്യപ്പൻ പാടിയിട്ടുണ്ട്, സമാധിഗാനം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എങ്ങനാ? ഗൃഹം വസ്ത്രം ദേഹം ആശനമാശയം ഇതുകളിൽ ഞങ്ങൾ പരമശുദ്ധിയെ സ്വയമനുഷ്ഠിക്കാൻ പറയാതോതുമാ തിരുസന്നിധാനം അലഭ്യമായല്ലോ. സമാധിഗാനം എല്ലാവരും പാടിയിട്ടില്ലേ? ഗൃഹവും വസ്ത്രവും അശനവും ആശയവും ശുദ്ധമായി സൂക്ഷിക്കുവാൻ പറയാതോതുമായിരുന്നു ഗുരു അല്ലേ? അങ്ങനെ ഓതിയിരുന്ന ഗുരുവാണ് ഈ അശുദ്ധമായ കൈകൾ കൊണ്ട് ഞരടിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇതാ തല ഉയർത്തി നോക്കുകയാണ്. ഈ പാതിരാവിൽ തനിക്ക് ഭക്ഷണവും കൊണ്ടുവന്ന ആളാരാണ്? നോക്കിയപ്പോൾ കണ്ടില്ല. കണ്ടോ? തൻ്റെ മുന്നിൽ ഇതാ അടിമുടിയേറ്റൊരു പ്രകാശം നിൽക്കുകയാണ്. അടിമുടിയേറ്റ് ഒരു പ്രകാശം നിൽക്കുന്നു. ആ കണ്ണുകളടച്ച് ധ്യാനലീലനായിരിക്കുമ്പോൾ ഇതാ ഗുരു തൃപ്പാദങ്ങൾ കാണുകയാണ് തൻ്റെ ഉള്ളിലേക്ക് ആ പ്രകാശം വന്ന് കയറുന്നത്. എന്താണ് ആത്മവിലാസത്തിൽ എഴുതിയിരിക്കുന്നത്? നാം ദൈവത്തിൻ്റെ പുരുഷ ലക്ഷണത്തെ കാണുന്നു. ദൈവം കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ ശ്വസിക്കുകയും നാവില്ലാതെ രുചിക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെവിയില്ലാതെ കേൾക്കുകയും ചെയ്യുന്ന ചിത്പുരുഷനാകുന്നു നാം. ആ ചിത്പുരുഷൻ്റെ പ്രതിപുരുഷനാകുന്നു. ഗുരുതൃപാദങ്ങൾ തൻ്റെ ഓട്ടോബയോഗ്രഫി അല്ലേ? ആ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന ഈ ഗുരുദേവകൃതികളിൽ എഴുതി വച്ചിരിക്കുകയാണ്, നമുക്കിനി വ്യവഹരിക്കുവാൻ പാടില്ല, നാമും ദൈവവും ഒന്നാകുന്നു. ഇതാ നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നു.